inaugural സെഷനിൽ ഇനോഗ്രൽ സെഷന്റെ ടോപ്പിക് ആണ് മെക്കാനിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കൽ ടെക്നോളജി. ഐ ഹോപ്പ് ഓഡിബിൾ ആണ് ഞാൻ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ആദ്യത്തെ സ്ക്രീൻ കാണാവോ ആരെങ്കിലും ഒരാള്? കാണാം. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഡിസ്ക്രൈബ് ചെയ്യാമോ ആരെങ്കിലും? അത് ഇന്ത്യയുടെ ധോനി 6 അടിക്കുന്നതാണ്. 4 റൺസ് വേണം, 12 റൺസ് വേണം 4 ബോൾ. അല്ലേ? നെക്സ്റ്റ് ഇതാണ് ഈ ഫുട്ബോള്. ഫ്രീ കിക്ക് ആണ് ഗോൾ. മെസ്സി ഫുട്ബോള് ഫ്രീ കിക്കിൽ ഗോൾ അടിക്കും അല്ലേ? മൂന്നാമത്തേല് കുറെ നമ്മുടെ സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ് ഇതൊക്കെ ഫ്ലോ ആവുന്ന ഒരു പിക്ചർ ആണ് അല്ലെ മൂന്നാമത്തെ? അതെ. നാലാമത്തെ ഒരു സോലാർ സിസ്റ്റം ആണ്, നമ്മുടെ പ്ലാനറ്റ്സിന്റെ ഒക്കെ ഒരു പിക്ചർ ആണ്. അഞ്ചാമത്തെ പിക്ചർ ഒരു ഹവർ ഗ്ലാസ് ആണ്, സാൻഡ് പാർട്ടിക്കിൾസ് വീണുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്? അപ്പോ ഇതിലൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് പാർട്ടിക്കിൾ? ഞാൻ പറയുന്നത് ഫസ്റ്റ് സ്ക്രീനിൽ നമുക്ക് കാണാവുന്നത് ക്രിക്കറ്റ് ബോൾ ആണ്, സെക്കൻഡില് ഫുട്ബോൾ ആണ്, തേർഡില് നമ്മുടെ ഒരു പംകിൻ സീഡ്സും പല സീഡ്സും. നാലാമത്തെ സീനിൽ കാണുന്നത് നമ്മുടെ പ്ലാനറ്റ്സ് ആണ്. അഞ്ചാമത്തേല് നമ്മൾ കാണുന്നത് സാൻഡ് പാർട്ടിക്കിൾസ് വീഴുന്നു. ഇതിൽ ഏതാണ് പാർട്ടിക്കിൾ? ആരെങ്കിലും ഒരാൾ പറയാമോ? ഗസ് ചെയ്യാം, നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്, നമുക്കൊരു ഷെയർ ചെയ്യാനുള്ള ഒരു സെഷൻ ആണല്ലോ. ഏതാണ് പാർട്ടിക്കിൾ? സാൻഡ് പാർട്ടിക്കിൾസ് ഏതാണ്? ഓക്കെ, ഒരു ആൻസർ സാൻഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും? എല്ലാം പാർട്ടിക്കിൾസ് ആണ്. പ്രശാന്ത് സൗണ്ട് പ്രശാന്തിന്റെ അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായി. പ്രശാന്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? പ്രശാന്ത് മ്യൂട്ടായി പോയി കേട്ടോ. മ്യൂട്ടായി. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം സാർ. ഒന്നുകൂടെ ആവർത്തി റിപ്പീറ്റ് ചെയ്യണം ആ പാർട്ടിക്കിൾ അല്ലേ? സ്ക്രീൻ കാണുന്നില്ല കേട്ടോ സാറേ. ഇപ്പോഴോ? ഇല്ല സാറേ, കാണാൻ പറ്റുന്നില്ല. ഇല്ല കാണുന്നില്ല. സ്ക്രീൻ വരുന്നില്ല. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മള്
നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡ് ഇതായിരുന്നു. ആദ്യം ധോണി അടിക്കുന്ന ബോള്, ബൗണ്ടറിക്ക് അപ്പുറം പോണ ക്രിക്കറ്റ് ബോള്, മെസ്സിയുടെ ഫ്രീ കിക്കിൽ പോകുന്ന ഫുട്ബോള്, പിന്നെ മൂന്നാമത്തെ സ്ലൈഡ് നമ്മുടെ സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, പല സീഡ്സും ഫ്ലോ ചെയ്യുന്ന ഒരു സീഡ്സ്, പിന്നെ ഒരു സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സ്, പിന്നെ ലാസ്റ്റ് ആയി കാണിച്ചത് സാൻഡ് പാർട്ടിക്കിൾ. അപ്പോ എല്ലാരും തന്നെ പറഞ്ഞു അതെല്ലാം പാർട്ടിക്കിൾ ആണെന്ന്. അത് എക്സാക്ട്ലി കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ പോകുന്നത് പാർട്ടിക്കിൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നു. പാർട്ടിക്കിൾ ഇസ് സിംപ്ലി പാർട്ട് ഓഫ് എ ഹോൾ. ഒരു ഹോളിന്റെ ഏതൊരു പോർഷൻ ആണെങ്കിലും നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ബേസിക്കലി ഇതിൽ എല്ലാം പാർട്ടിക്കിൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പാർട്ടിക്കിളിന്റെ ഡെഫിനിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കെയിൽ വിച്ച് വി ആർ റെഫറിംഗ് ടു. ഇപ്പൊ നമ്മൾ ആസ്ട്രോണമിക്കൽ സ്കെയിലാണ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ പ്ലാനറ്റ്സ് ഒരു പാർട്ടിക്കിൾ ആണ്. ക്രിക്കറ്റിന്റെ ഇതിലാണെങ്കിൽ ക്രിക്കറ്റ് ബോൾ ഒരു പാർട്ടിക്കിൾ ആണ്, ഫുട്ബോൾ ഒരു പാർട്ടിക്കിൾ ആണ്. അങ്ങനെയാണ് അത് നമ്മൾ ഏത് സ്കെയിലിൽ വെച്ച് ഡിഫൈൻ ചെയ്യുന്നു അതൊരു പാർട്ടിക്കിൾ ആണ്. പിന്നെ നമ്മളുടെ ഇപ്പോൾ നമ്മൾ ജനറലി ഇപ്പോൾ റെഫർ ചെയ്യാൻ പോണത് ബേസിക്കലി ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലത്തെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ജനറലി നമ്മൾ എനിത്തിങ് എബവ് 1 നാനോമീറ്റർ നമ്മൾ ഒരു പാർട്ടിക്കിൾ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ആരെങ്കിലും ഒരാൾ ഒന്ന് ഫീഡ്ബാക്ക് തന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ ഇതില് ബേസിക്കലി ഈ ടോപ്പിക്കില് 3 to 4 ക്വസ്റ്റ്യൻസ് ജനറലി ഒരു നമ്മളുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കാണാം. പിന്നെ കമ്പയർഡ് ടു അതർ ടോപ്പിക്സ് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഈ ടോപ്പിക് നോൺ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണത്. അപ്പൊ ഇതിന്ന് ഞാൻ ഇപ്പൊ ഈ ഒരു സ്ലൈഡ് ഞാൻ ഈ ഒരു സെഷൻ എക്സ്പെക്ട് ചെയ്യണത് നോൺ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരു റീസണബിൾ കേപ്പബിലിറ്റി ഉണ്ടാവും നമ്മളെ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗിനെ അറ്റംപ്റ്റ് ചെയ്യാൻ. So expected outcome, basic understanding of the topic for non-chemical engineers and reasonable capability to attempt the questions from this topic. Okay. അപ്പൊ നേരിട്ട് നമുക്ക് കടക്കാം. പാർട്ടിക്കൽ ടെക്നോളജിയിൽ സൈസ് റിഡക്ഷൻ എന്താണ്? The term size reduction is applied to all the ways in which particles of solids are cut or broken into small pieces. ഇതിന്റെ ഒരു സൈസ് റിഡക്ഷന്റെ ഒരു ജനറിക് ടേം ഉണ്ട്, അതിനെയാണ് കമ്മ്യൂണിഷൻ എന്ന് പറയുന്നത്. ഇതില് കാണുന്നത് ആദ്യത്തെ ആട്ടുകല്ല്, പിന്നെ അമ്മിക്കല്ല്, മോട്ടർ ആൻഡ് പെസൽ, ഇതാണ് നമ്മളൊരു ട്രഡീഷണൽ സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ ബേസിക്കലി എന്തിനാണ് ഈ സൈസ് റിഡക്ഷൻ? സ്ക്രീനിൽ ഒരു മൂവിയുടെ ഒരു കൊളാഷ് കാണാവോ? നേരത്തെ ഞാൻ പ്രസന്റ് ചെയ്തപ്പോൾ ഉള്ളതാണ്, ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. ആരെങ്കിലും ഒന്ന് പറയാവോ അതിന് ഈ സീൻ? കാണാം. ഈ സീൻ എന്താന്ന് ആരെങ്കിലും ഒരു ഡിസ്ക്രൈബ് ചെയ്യാവോ? വേലക്കാരെ കൊണ്ടുവരുന്നു, വേലക്കാരി അമ്മിക്കല്ലെടുത്തിട്ട് ഫസ്റ്റ് സീൻ അതാണ്. സെക്കൻഡ് സീന് കഞ്ഞി കുടിക്കാനായിട്ട് പോകുമ്പോ മുളക് കൊടുക്കുന്ന സീനാണ്. അതെ. ഇതിൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ് ആണ്, അമ്മിക്കല്ല് അല്ലെ? അമ്മിക്കല്ല് ഇല്ലാതെ ആവുമ്പോ സൈസ് റിഡക്ഷൻ നടക്കാത്ത കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് മുളകായിട്ട് തന്നെ ഉണ്ട്. ജസ്റ്റ് ഒരു ലൈറ്റർ എൻഡിൽ കാണാവുന്ന ഒരു സീനാണ്. ഓക്കെ. പിന്നെ ആക്ച്വലി എന്തിനാണ് സൈസ് റിഡക്ഷൻ ഓഫ് സോളിഡ്സ്? സൈസ് റിഡക്ഷനെ കൊണ്ട് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ സർഫേസ് ഏരിയ ഇൻക്രീസ് ആവും. സർഫേസ് ഏരിയ ഇൻക്രീസ് ആവുമ്പോൾ നമുക്ക് ജനറലി റിയാക്ടിവിറ്റി ഇൻക്രീസ് ആവും. പിന്നെ സെക്കൻഡ് ആൻസർ, ഇറ്റ് പെർമിറ്റ്സ് സെപ്പറേഷൻ ഓഫ് അൺവാണ്ടഡ് ഇൻഗ്രീഡിയൻസ് ബൈ മെക്കാനിക്കൽ മെത്തേഡ്സ്. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ദ ബൾക്ക് ഓഫ് ഫൈബ്രസ് മെറ്റീരിയൽസ് ഫോർ ഈസിയർ ഹാൻഡ്ലിംഗ് ആൻഡ് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ. പിന്നെ ഈ പ്രോസസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓർസ് ആർ ക്രഷ്ഡ് ടു വർക്കബിൾ സൈസ്. Synthetic chemicals are ground into powder. Sheets of plastics are cut into tiny pieces. പിന്നെ കമേഴ്ഷ്യൽ പ്രോഡക്ട്സ് ആണെങ്കിൽ stringent സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഈ BIS സ്റ്റാൻഡേർഡ് പ്രകാരം ഇത്ര പാർട്ടിക്കൽ സൈസ് വേണം, ഇത്ര റേഞ്ചിലത്തെ സൈസസ് വേണം എന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് മീറ്റ് ചെയ്യാനും നമുക്ക് സൈസ് റിഡക്ഷൻ വേണം. അപ്പൊ നേരിട്ട് നമുക്ക് കടക്കാം. സൈസ് റിഡക്ഷനിൽ ഇൻവോൾവ് ആയ ഫോഴ്സസ് എന്തൊക്കെയാണ്? ഈ സോളിഡ്സ് മേ ബി ബ്രോക്കൺ ഇൻ മെനി ഡിഫറെന്റ് വേസ്. പക്ഷെ നമ്മളിപ്പോ 4 മെയിൻ ഫോഴ്സസ് ആണ്, 4 കോമൺ ഫോഴ്സസ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോണത്. ആദ്യത്തെ കംപ്രഷൻ,
രണ്ടാമത്തെ ഇമ്പാക്ട്, തേർഡ് അട്രീഷൻ ഓർ റബ്ബിംഗ്, ഫോർത്ത് കട്ടിങ്. ഇതില് നമ്മൾ ആദ്യം കാണുന്ന കംപ്രഷൻ ഫോഴ്സ് ആണ്. ഇതിൽ സ്ക്രീനിൽ കാണുന്ന ആ സ്ലൈഡില് ഒരു നട്ട് ക്രാക്കർ ആണ്. ആ നട്ട് ക്രാക്കറിന്റെ ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. ഈ ജനറലി കംപ്രഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോഴ്സ് റിഡക്ഷൻ ആണ്. പിന്നെ ജനറലി ഫൈൻസ് കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തെ സ്ലൈഡിൽ കാണുന്നതാണ് ഇമ്പാക്ട്. ഇമ്പാക്ട് ഫോഴ്സ് കൊണ്ട് നമ്മൾ ആ കാണുന്ന ആ ഒരു ഒരാള് ആ വാട്ടർ മെലനെ ഹാമർ വെച്ച് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പീസസിന്റെ ഒരു സ്ലൈഡ്, ഒരു പിക്ചറാണ് അതിൽ കാണുന്നത്. അതിൽ നമുക്ക് കാണാം കോസ് പാർട്ടിക്കിൾസ് കാണാം, മീഡിയം സൈസ് പാർട്ടിക്കിൾസ് കാണാം, ഫൈൻ പാർട്ടിക്കിൾസ് കാണാം. ഈ ഇമ്പാക്ട് ഫോഴ്സിന് ജനറലി ഇമ്പാക്ട് ഫോഴ്സ് ഇസ് റിഗാർഡഡ് ആസ് എ ജനറൽ പർപ്പസ് ഫോഴ്സ് ഫോർ സൈസ് റിഡക്ഷൻ. ഓക്കെ, അടുത്തതായി കാണുന്നത് അട്രിഷൻ ഓർ റബ്ബിംഗ്. ഈ അട്രിഷൻ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ഒരു ഫൈലിംഗ് ആക്ഷൻ ആണ്. ഫൈലിംഗ് ഓർ റബ്ബിംഗ് ആക്ഷനിൽ ഉണ്ടാവുന്നതാണ് ഈ അട്രിഷൻ. Attrition yields very fine products from soft or non-abrasive materials. It is applied in fine pulverization when size of product reaches micrometer range. Size reduction occurs from attrition of one particle by one or more other particles. Okay. അടുത്തതായി കാണുന്നത് കട്ടിംഗ് ആണ്. കട്ടിംഗ് ആക്ഷനിൽ നമുക്കൊരു ഡെഫിനറ്റ് ഷേപ്പ് ഓർ ഡെഫിനറ്റ് സൈസ് ഓഫ് പാർട്ടിക്കിൾ. കുറച്ച് സ്പീഡ് കൂടുതലുണ്ട് കേട്ടോ. സോറി, കുറച്ച് സ്പീഡിൽ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. കുറച്ച് മുന്നേ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കാവോ? ഓക്കെ. അപ്പോ ഇതിലില്ലേ നമുക്ക് ബേസിക്കലി സൈസ് റിഡക്ഷനിൽ ഉള്ള ഫോഴ്സസിനെ പറ്റിയിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ഫോഴ്സ് കംപ്രഷൻ ആണ്. ഇതിൽ കണ്ടത് നട്ട് ക്രാക്കർ ആണ്. ഇത് ക്ലിയർ ആണോ? കംപ്രഷൻ ഫോഴ്സ് അതെ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻസ് കുറവായിരിക്കും കംപ്രഷൻ ഫോഴ്സിൽ. ഓക്കെ, രണ്ടാമത്തെ സ്ലൈഡ് ഹാമർ ആണ്. ഇമ്പാക്ട് ഫോഴ്സ് ആണ്. ഒരു ഹാമറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിൽ കാണാം നമുക്ക് കോഴ്സ്, മീഡിയം, ഫൈൻ പ്രോഡക്ട്സ് എല്ലാം ജനറേറ്റ് ആവുന്നുണ്ട്. ഈ ഇമ്പാക്ടിനെ ഒരു ജനറൽ പർപ്പസ് ഫോഴ്സ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ സൈസ് റിഡക്ഷനിൽ. ഇത് ഓക്കെ ആണോ? അടുത്തതായി അട്രിഷൻ ഓർ റബ്ബിംഗ്. ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മളൊരു ഫൈലിംഗ് ആക്ഷൻ ആണ്. ഫൈലിംഗ് ആക്ഷനെയാണ് ഈ ഫോഴ്സിനെയാണ് നമ്മളൊരു അട്രിഷൻ ഓർ റബ്ബിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് അൾട്രാ ഫൈൻ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ അട്രിഷൻ ആണ് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫോഴ്സ്. പിന്നെ നാലാമത്തെ ഫോഴ്സ് കട്ടിങ്. ഇത് നമ്മൾ അതിൽ കാണുന്നത് ഒരു ഗ്രാസ് കട്ടർ ആണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഗ്രാസ് കട്ടറിൽ നമ്മൾ പുല്ല് വെട്ടുമ്പോൾ വരുന്നത് എന്താ, ഒരു ഡെഫിനറ്റ് സൈസും ഷേപ്പും ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഡൈസ് ചെയ്യണത്, സിസേഴ്സ് യൂസ് ചെയ്യണതും ഇതെല്ലാം ഒരു കട്ടിംഗ് ആക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു സൈസ് റിഡക്ഷൻ ആണ്. അപ്പൊ ബേസിക്കലി ഈ ഒരു മെക്കാനിസം മാത്രം, ഈ 4 ഫോഴ്സസ് ആണ് നമ്മൾ വരാൻ പോകുന്ന എക്യുപ്മെന്റ്സിൽ യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഈ എല്ലാ 4 ഫോഴ്സും ക്ലിയർ അല്ലേ? അതെ സർ, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ സൈസ് റിഡക്ഷൻ ഓപ്പറേഷന്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ഓപ്പറേഷൻ, രണ്ടാമത് ക്ലോസ്ഡ് സർക്യൂട്ട് ഓപ്പറേഷൻ. സിമ്പിൾ ആണ്. ഓപ്പൺ സർക്യൂട്ട് ഓപ്പറേഷനിൽ നമ്മൾ ഫീഡ് എക്യുപ്മെന്റിൽ കൊടുക്കും, സൈസ് റിഡക്ഷൻ ആവും, പ്രൊഡക്റ്റ് പുറത്തു വരും, നമ്മളത് പ്രൊഡക്റ്റ് എടുത്ത് മാറ്റും. പക്ഷെ ക്ലോസ്ഡ് സർക്യൂട്ട് ഓപ്പറേഷനിൽ ഫീഡ് എക്യുപ്മെന്റിൽ പോവും, സൈസ് റിഡക്ഷൻ നടക്കും, പാർട്ടിക്കിൾസ് ഉണ്ടാവും. പാർട്ടിക്കിൾസിനെ ഒരു ക്ലാസിഫയറോ അതോ ഒരു സെപ്പറേറ്ററിലോ കൊണ്ടുപോകും. സെപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെങ്കിൽ അതില് ഓവർസൈസ് പാർട്ടിക്കിൾസ്, അണ്ടർസൈസ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ ഓവർസൈസ് പാർട്ടിക്കിൾസ് തിരിച്ച് എക്യുപ്മെന്റിലേക്ക് റീസൈക്കിൾ ചെയ്യും. ഇതാണ് ക്ലോസ്ഡ് സർക്യൂട്ട് ഓപ്പറേഷൻ.
ഇത് ക്ലിയർ ആണോ? ക്ലോസ് സർക്യൂട്ട് ഓപ്പറേഷൻ. It is a term applied to the action and separator connected ഒന്നുകൂടെ so that പറയാമോ? the oversized particles are. ഒന്നുകൂടെ പറയണേ സർ. Okay, പറയാം. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ സർ. റൈറ്റ്. ഇത് ക്ലോസ് സർക്യൂട്ട് ഓപ്പറേഷനെ ഇതിൽ നമ്മൾ കോമ്പോണൻസ് എന്തൊക്കെയാണെങ്കിൽ ഒരു സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ് ഉണ്ട്. അതിലേക്ക് ഫീഡ് വരുന്നു, എക്യുപ്മെന്റിൽ കയറുന്നു, അതിന്ന് സൈസ് റിഡക്ഷൻ ആയിട്ട് പ്രൊഡക്റ്റ് പുറത്ത് വരുന്നു. ഈ സിമ്പിൾ പ്രോസസ്സിനെ ഓപ്പൺ സർക്യൂട്ട് ഓപ്പറേഷൻ പറയും. സപ്പോസ് ഈ വന്ന പ്രൊഡക്റ്റ് നമ്മൾ ഫർദർ ആയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്ററിൽ കൊണ്ടുപോയിട്ട് അതിനെ ക്ലാസിഫൈ സൈസ് പാർട്ടിക്കൽ, അണ്ടർ സൈസ് പാർട്ടിക്കൽ, പ്രൊഡക്റ്റ് സൈസ് പാർട്ടിക്കൽ എന്ന്. ഇതില് ഓവർ സൈസ് പാർട്ടിക്കലിനെ തിരിച്ച് നമ്മൾ പിന്നെയും എക്യുപ്മെന്റിലേക്ക് കൊണ്ടുവരും. ഇതിനെയാണ് ക്ലോസ് സർക്യൂട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത എക്സാമ്പിൾസ് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അടുത്തത് equipment for size reduction. Generally, size reduction equipment is generally divided into crushers, grinders, ultra-fine grinders, cutting machines. ഇതിൽ ആദ്യമായിട്ട് കാണാൻ പോണത് നമ്മൾ ഇതിലത്തെ ബേസിക് ക്ലാസിഫിക്കേഷന്റെ എന്താണ് ഫോഴ്സ് എന്ന് നമുക്ക് ഇതിൽ കാണാം. Crushers primarily employ compression for reduction of feed particles. Grinders, these equipments generally employ impact and attrition, sometimes compression also. പിന്നെ മൂന്നാമത്തത് ultra fine grinders, they operate principally by attrition. നാലാമത്തെ cutting machines. Cutting action is the characteristic action of cutters, dices and slitters. Okay, അടുത്ത സ്ലൈഡിൽ പോട്ടെ. ഓക്കെ. ക്രഷ് ആദ്യത്തെ സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ്. Crushers do the heavy work of breaking large pieces of solid material into small lumps. ഇതിന് ക്രഷേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി ക്രഷർ, സെക്കൻഡറി ക്രഷർ. പ്രൈമറി ക്രഷർ ബേസിക്കലി റൺ ഓഫ് ദ മൈൻ മെറ്റീരിയൽ. നമ്മൾ മൈനിൽ നിന്ന് വരെ മെറ്റീരിയലിനെ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ സൈസ് റിഡക്ഷൻ നടത്തി അറൌണ്ട് 150 to 250 mm ലംസിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രൈമറി ക്രഷർ ചെയ്യുന്നത്. സെക്കൻഡറി ക്രഷർ ഈ പ്രൈമറി ക്രഷറിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സൈസ് റിഡക്ഷൻ ചെയ്യുന്നതാണ് സെക്കൻഡറി ക്രഷർ. ഇത് അറൌണ്ട് 6 mm സൈസ് ആയിരിക്കും. ഓക്കെ, ക്രഷേഴ്സിന്റെ ഫസ്റ്റ് ഐറ്റം ആണ് ഒരു ജോ ക്രഷർ. ഇതില് ജോ ക്രഷറില് മെയിൻ സൈസ് റിഡക്ഷൻ പോർഷനിലെ മെയിൻ പാർട്സ് ഇതാണ്. ജോ ഒന്ന്, ഇത് സ്റ്റേഷനറി ജോ, ഇത് റെസിപ്രിക്കേറ്റിംഗ് ജോ. ഇതൊരു വി ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഈ റെസിപ്രിക്കേറ്റിംഗ് ആക്ഷൻ ആണ് ഇതിന്റെ ഒരു കംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ്. ഇതില് നമുക്ക് ഫീഡിനെ ഫോളോ ചെയ്യാം. ഫീഡ് ആദ്യം ഇതിൽ എൻ്റർ ആവുന്നു, ഈ ജോസിന്റെ ഉള്ളിൽ വരുന്നു, സൈസ് റിഡക്ഷൻ നടക്കുന്നു, താഴോട്ട് പോകുന്നു. ഇതാണ് അതിന്റെ ഫീഡിന്റെ ഈ ഇൻ ബിറ്റ്വീൻ നടക്കുന്ന കംപ്രഷൻ ആണ് ഇതിന്റെ മെയിൻ സൈസ് റിഡക്ഷൻ ഫോഴ്സ്. ഒന്ന് സ്റ്റേഷനറി ജോ ആണ്, മറ്റേത് റെസിപ്രിക്കേറ്റിംഗ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഗൈറേറ്ററി ക്രഷർ. ഇത് സിമിലർ തന്നെയാണ്, ജോ ക്രഷറിന്റെ സിമിലർ പ്രിൻസിപ്പൽ തന്നെയാണ്. പക്ഷെ ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ഗൈറേറ്റിംഗ് ഹെഡ് ഉണ്ട്. ഇതാണ് ഒരു ഗൈറേറ്റിംഗ് ഹെഡ്, കോണിക്കൽ ഗൈറേറ്റിംഗ് ഹെഡ് ആണ്. ഇതാണ് അതിന്റെ കേസിംഗ്. അത് ക്ലിയർ ആണോ? കേസിംഗ് എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് അതിന്റെ കേസിംഗ്. ഈ ഫുൾ ഔട്ടർ പോർഷൻ ആണ് അതിന്റെ കേസിംഗ്. കോണിക്കൽ ഗൈറേറ്റിംഗ് ഹെഡ് ഇതാണ്. ഡയഗ്രാമിൽ ക്ലിയർ ആണോ? ഇപ്പൊ നമുക്ക് ഇതില് ഫീഡ് പാർട്ടിക്കലിനെ ഫോളോ ചെയ്യാം.
ഫീഡ് പാർട്ടിക്കൽ ഹോപ്പർ വഴി ഈ സൈസ് റിഡക്ഷൻ സോണിലേക്ക് വരും. ഈ സൈസ് റിഡക്ഷൻ സോണിൽ ഈ കോണിക്കൽ ഗൈഡിങ് ഹെഡും ഈ കേസിംഗിലെ ഗ്യാപ്പിലാണ് ഈ സൈസ് റിഡക്ഷൻ നടക്കുന്നത്. ഈ സൈസ് റിഡക്ഷൻ നടത്തി താഴോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നു. ഇതാണ് ഗൈറേറ്ററി ക്രഷർ. തേർഡ് ടൈപ്പ് ആണ് റോൾ റഷേഴ്സ്. റോൾ റഷേഴ്സ് സെക്കൻഡറി റഷേഴ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നതാണ് സ്മൂത്ത് റോൾ ക്രഷേഴ്സ്. ഇതിൽ ബേസിക്കലി ഇത് അതിന്റെ കേസിംഗ് ആണ്. ഈ കാണുന്ന ഈ റൊട്ടേറ്റിംഗ് പോർഷൻ റോൾസ് ആണ്. അങ്ങനെ 2 റോൾസ് ഉണ്ട്. ഈ ഫീഡ് പാർട്ടിക്കൽ ഈ റോൾസിന്റെ ഗ്യാപ്പിൽ വരുന്നു. ഇവിടെ വെച്ച് കംപ്രഷൻ നടന്നിട്ടാണ് പാർട്ടിക്കൽ സൈസ് റിഡക്ഷൻ നടക്കുന്നത്. ഇത് സ്മൂത്ത് റോൾ ക്രഷേഴ്സ്. ബേസിക്കലി മെറ്റൽ റോൾസ് ആണ്. ടേണിംഗ് ഓൺ പാരലൽ ഹൊറിസോണ്ടൽ ആക്സിസ് form the working elements. Feed particles caught between the rolls are broken in compression. The rolls turn toward each other at the same speed. They have relatively narrow faces and large in diameter. ഈ സ്ക്രീനിൽ താഴെ കാണുന്നത് ടൂത്ത് റോൾസ് ആണ്. സിമിലർ തന്നെയാണ്, പക്ഷെ റോൾസിൽ ഒരു കൊറിഗേഷൻസ് ഓർ ടീത്ത്സ് ഉണ്ടാവും. ഇത് ബേസിക്കലി ഫൈബ്രസ് മെറ്റീരിയലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ടൂത്ത് റോൾസ്. ഈ ടൂത്ത് റോൾസിൽ അപ്പാർട്ട് ഫ്രം കംപ്രഷൻ ഇമ്പാക്റ്റും ഷിയർ ഫോഴ്സസും കൂടി ഇൻക്ലൂഡ് ആവും. ഓക്കെ ഓക്കെ സർ. അപ്പൊ നമ്മള് ക്രഷേഴ്സ് ക്ലിയർ ആയി. ക്രഷേഴ്സിൽ ആദ്യമായിട്ട് കാണേണ്ടത് ജോ ക്രഷർ, ഗൈറേറ്ററി ക്രഷർ, റോൾ ക്രഷർ. റോൾ ക്രഷറിൽ 2 ടൈപ്പ് ഉണ്ട്. സ്മൂത്ത് റോൾ ക്രഷർ, ടൂത്ത് റോൾ ക്രഷർ. ഇതാണ് ക്രഷേഴ്സിൽ വരുന്ന എക്യുപ്മെന്റ്. അടുത്തതായി പോകുന്നത് നമ്മൾ ഗ്രൈൻഡർ ആണ്. ഇത് ജനറലി ഗ്രൈൻഡേഴ്സ് refers to a variety of size reduction machines for intermediate duty. Product from a crusher is often fed to a grinder for further reduction. ഇതിൽ few commercial grinders ന്റെ പേരാണ് hammer mills and impactors, rolling compression machines, attrition mills, tumbling mills. ഇതിൽ ആദ്യത്തെ ടൈപ്പ് കാണാം നമുക്ക് ഹാമർ മിൽസ്. ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ച് കാണണം. ഇത് ഈ പുറത്തെ പോർഷൻ ആണ് ഈ മില്ലിന്റെ കേസിംഗ്. ഇതിൽ സെൻട്രൽ റൊട്ടേറ്റ് ഇതാണ് റോട്ടർ. ഈ റോട്ടറിൽ അറ്റാച്ച് ചെയ്ത ഈ ബാർസ് ആണ് അതിന്റെ ഹാമർ, ഈ 4 ഹാമർ. പിന്നെ ഈ ഒരു പോർഷൻ ആണ് സ്റ്റേഷനറി ആൻവിൽ. അപ്പോ ഇതാണ് ബേസിക് കൺസ്ട്രക്ഷൻ. ഇപ്പൊ നമുക്ക് പാർട്ടിക്കൽ എങ്ങനെയാണ് സൈസ് റിഡക്ഷൻ നടക്കുന്നത് അതിന്റെ പാത്ത് ഫോളോ ചെയ്യാം. ഇവിടുന്ന് പാർട്ടിക്കൽ വരുന്നു. പാർട്ടിക്കൽ വന്നു കഴിഞ്ഞാൽ ഈ റോട്ടറിലുള്ള ഹാമറായിട്ട് ഇമ്പാക്ട് നടത്തി ഈ പാർട്ടിക്കൽ സ്റ്റേഷനറി ആൻവിലിൽ പോയി കൊണ്ടിട്ട് അത് പാർട്ടിക്കൽ സൈസ് കുറയുന്നു. പാർട്ടിക്കൽ സൈസ് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഹാമർ ഫർദർ റിഡക്ഷൻ നടത്തി ഫൈൻ പാർട്ടിക്കലായി മാറ്റും. ഇതാണ് ബേസിക്കലി ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇത് നമ്മുടെ മിക്സി തന്നെയല്ലേ? സോറി, ഇത് നമ്മുടെ മിക്സി തന്നെയല്ലേ? മിക്സിയുടെ ഒരു പ്രോസസ് തന്നെയാണ്. അത് വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നു ഇതില്. പിന്നെ ഇതിൽ എന്താ വെച്ചാൽ വേറെ ഒരു ഇത് എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. നമ്മൾ മിക്സിയിൽ ഒരു സ്ക്രീൻ ഇല്ല. ഇപ്പൊ ഈ പാർട്ടിക്കൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ട് ഈ പോർഷൻ ഉണ്ടല്ലോ ഇപ്പൊ കാണുന്ന ലേസർ പോയിന്ററിൽ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സൈസ് മാത്രം നമുക്ക് എടുത്താൽ മതി. അതാണ് ബേസിക്കലി. പിന്നെ നമ്മളെ മിക്സിയുടെ ഒരു ഇത് തന്നെയാണ്, പക്ഷെ സിമിലർ ഓപ്പറേഷൻ തന്നെയാണ്. ഇതാണ് ഈ പാർട്ടിക്കൽ entering the grinding zone is shattered into pieces by hammers which hit the stationary anvil plate inside the casing and break into small fragments. These are in turn rubbed into powder by the hammers and pulled through the grates or screen that covers the discharge opening.
അടുത്തത് റോളിംഗ് കംപ്രഷൻ മെഷീൻസ്. ഇതില് നമുക്ക് 3 എലമെന്റ്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് കേസിംഗ് ആണ്, ഈ പോർഷൻ എല്ലാം കേസിംഗ് ആണ്. ഇത് സിലിണ്ടറിക്കൽ റോളേഴ്സ് ആണ്. ഈ ബ്ലാക്ക് റോൾ ഇത് സിലിണ്ടറിക്കൽ റോളേഴ്സ് ആണ്. അതുപോലെ 3 റോളേഴ്സ് ഉണ്ട്, 1, 2, 3. പിന്നെ താഴെ ഒരു ഗ്രൈൻഡിങ് പ്ലേറ്റ് ഉണ്ട്, അതും റിവോൾവിംഗ് ആണ്, ഈ താഴെ കാണുന്നത്. ഇത് നമ്മളുടെ ഒരു വെറ്റ് ഗ്രൈൻഡറിന്റെ ഒരു സിമിലർ ഒരു സെറ്റപ്പ് തന്നെയാണിത്. അപ്പൊ ഇത് നമുക്ക് പാർട്ടിക്കിളിന്റെ പാത്ത് ഫോളോ ചെയ്യാം. ആദ്യം പാർട്ടിക്കിൾ ഹോപ്പറിന്ന് ഈ റിവോൾവിംഗ് ഗ്രൈൻഡിങ് പ്ലേറ്റിൽ വീഴും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോളറും റിങ്ങിന്റെയും ഗ്യാപ്പിലാണ് സൈസ് റിഡക്ഷൻ നടക്കുന്നത്. The solids caught between cylindrical rollers and the ring is where this reduction takes place. ഇത് ക്ലിയർ ആണോ? റോളിംഗ് കംപ്രഷൻ മെഷീൻ ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ, ഓക്കെ. തേർഡ് ടൈപ്പ് ആണ് അട്രിഷൻ മിൽസ്. Attrition mills basically particles of soft solids are rubbed between the grooved flat faces of rotating circular disc. ഇതിൽ നമുക്ക് കാണാം 2 ഡിസ്ക്, ഡിസ്ക് 1, ഡിസ്ക് 2. ഫീഡ് ഇൻ ബിറ്റ്വീൻ, ഈ ഡിസ്കിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. ഇൻ ബിറ്റ്വീനിലാണ് ഈ ഗ്രൈൻഡിങ് നടക്കുന്നത്, താഴോട്ട് പ്രൊഡക്റ്റ് പോകുന്നു. ജനറലി ഈ ഡിസ്കിന്റെ ഉള്ളിൽ കൊറുഗേഷൻസ് ആയിരിക്കും. ആ കൊറുഗേഷൻസ് ആണ് ഈ സൈസ് റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ 2 ടൈപ്സ് ഓഫ് വേരിയേഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു ഡിസ്ക് സ്റ്റേഷനറി ആണെങ്കിൽ അതൊരു സിംഗിൾ റണ്ണർ മില്ലായിരിക്കും. 2 ഡിസ്കും റൊട്ടേറ്റിംഗ് ആണെങ്കിൽ അത് ഡബിൾ റണ്ണർ മില്ലായിരിക്കും. സിംഗിൾ റണ്ണർ മിൽ 1 ഡിസ്ക് കേസിംഗ് ഉണ്ടാവില്ലേ? ഇതിൽ കേസിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് അതിന്റെ പിക്ചർ കിട്ടിയില്ല, അതാണ് അതിന്റെ ഓൺലി ആ സൈസ് റിഡക്ഷൻ പോർഷൻ മാത്രം ഞാൻ എടുത്തു വെച്ചത്. ഓക്കെ, ഇത് സിമിലർ തന്നെയാണ്, പഴയത് വേറെ ഇതുപോലെ തന്നെ കേസിംഗും എല്ലാം ഉണ്ടാവും. ഇത് ഓൺലി ആ റോട്ടർ പോർഷൻ മാത്രമേ ഞാൻ ആ പിക്ചറിലുള്ളൂ. ഓക്കെ, ഞാൻ പോട്ടെ, അടുത്തിലേക്ക് പോട്ടെ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അടുത്തതായിട്ട് സോറി, ഓക്കെ, അടുത്ത് ടംബ്ലിംഗ് മിൽസ്. ഓക്കെ, ബേസിക്കലി ടംബ്ലിംഗ് മില്ലിന്റെ ഏറ്റവും പോപ്പുലർ വേർഷൻ ബോൾ മില്ലാണ്. ഈ ബോൾ മില്ലില് നമുക്ക് കാണാം ഈ സിലിണ്ടറിക്കൽ പോർഷൻ, ഈ ടോട്ടൽ ഡ്രം, ഈ സിലിണ്ടറിക്കൽ ഡ്രം റൊട്ടേറ്റിംഗ് ആണ്. അതിന്റെ ഉള്ളില് സ്മോൾ മെറ്റൽ ബോൾസ് ഉണ്ട്. അതിന്റെ ഉള്ളിലത്തെ ഒരു വ്യൂ ആണ് ഇത്. ഓക്കെ, അപ്പൊ അതിന്റെ a cylindrical shell slowly turning about a horizontal axis and filled to about 1/2 its volume with a solid grinding medium forms a tumbling mill. ഈ ഗ്രൈൻഡിങ് മീഡിയ ബോൾ ആണെങ്കിൽ അത് ബോൾ മില്ല്, ഈ ഗ്രൈൻഡിങ് മീഡിയ റോഡ് ആണെങ്കിൽ അത് റോഡ് മില്ല്, പെബിൾസ് ആണെങ്കിൽ പെബിൾ മില്ല്. നമുക്ക് ഈ ഗ്രൈൻഡിങ് മെക്കാനിസം ഒന്ന് കാണാം. ബേസിക്കലി ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബോൾ ആ വോളിന്റെ എൻഡ് കൂടെ ഓൾമോസ്റ്റ് ടോപ്പ് പോയിന്റ് വരെ പോകും. അവിടുന്ന് ഈ ബോളിന്റെ ഒരു ഫ്രീ ഫോൾ ആണ്. ഈ ഫ്രീ ഫോളില് ഒരു ഇമ്പാക്ട് ഫോഴ്സിലാണ് ഈ പാർട്ടിക്കിൾസ് റിഡക്ഷൻ നടക്കുന്നത്. മെയിൻ ഫോഴ്സ് ഇമ്പാക്ട് ഫോഴ്സ് ആണ്. ബാക്കി ഇൻ ബിറ്റ്വീൻ ചെറിയ അട്രിഷൻ ഫോഴ്സിൽ പാർട്ടിക്കിൾ റിഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഇമ്പാക്ട് ഫോഴ്സ് ആണ് അതിന്റെ മെയിൻ സൈസ് റിഡക്ഷൻ പ്രിൻസിപ്പൽ. In ball mills, the grinding elements are carried up the side of the shell nearly to the top, where they break contact with the wall and fall to the bottom to be picked up again. Centrifugal force keeps the balls in contact with the wall and with one another during the upward movement. While in contact with the wall,
the balls do some grinding by slipping and rolling over one another. But most of the grinding occurs at zone of impact where the free falling balls strike the bottom of the bill. ഇതിലൊരു ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര സ്പീഡിൽ ഓടിക്കണം ഈ ബോൾ മില്ല്? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാവോ? അല്ല ഫാസ്റ്റ്, സോറി, ഫാസ്റ്റ് ആയിരിക്കണ്ടേ സാർ? ഫാസ്റ്റ് ആവുമ്പോ നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും. ഫാസ്റ്റ് ആയാലും അത് താഴോട്ട് വീഴത്തില്ലല്ലോ. revolutions per minute. റൈറ്റ്. നമുക്കൊരു സംഭവം നോക്കാം. ഫാസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഈ ബോള് ഫാസ്റ്റ് ആണെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടിയത് കൊണ്ട് ഈ ബോള് കൂടെ തിരിച്ചു പോകും. ഈ ഒരു ഫ്രീ ഫോൾ ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു സെൻട്രിഫിക്കേഷന്റെ ഒരു പ്രോബ്ലം. എന്നാ പിന്നെ സ്ലോ ആണെങ്കിലോ ഈ ഹൈറ്റ് ചെറിയ ഒരു ഹൈറ്റിൽ പോയിട്ട് വീഴും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസ് റിഡക്ഷൻ കിട്ടില്ല. അത് ക്ലിയർ ആണോ? ഫാസ്റ്റ് ആയ എന്താ കുഴപ്പം, സ്ലോ ആയ എന്താ കുഴപ്പം? Okay. ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ് സാർ. ഈ നമുക്ക് ഇതിലൊരു ഇമ്പോർട്ടന്റ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ, ദ സ്പീഡ് അറ്റ് വിച്ച് സെൻട്രിഫ്യൂഗിംഗ് ഒക്കേഴ്സ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സ്പീഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഈ ബോൾസ് ഫുൾ ആയിട്ട് ക്യാരി ചെയ്യുന്ന ആ ഒരു സ്പീഡിനെയാണ്, സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്ന ആ ക്രിട്ടിക്കൽ സ്പീഡിനെയാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിറങ്ങുന്നത്. സ്പീഡ് അറ്റ് വിച്ച് സെൻട്രിഫ്യൂഗേഷൻ ഒക്കേഴ്സ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സ്പീഡ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സ്പീഡ് മസ്റ്റ് ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ സ്പീഡ്. ജനറലി ഒരു 65 to 70% ഓഫ് ദ ക്രിട്ടിക്കൽ സ്പീഡിലാണ് ഒരു ടംബ്ലിംഗ് മിൽ ഓപ്പറേറ്റ് ചെയ്യണത്. അപ്പൊ ഇതില് ഒരു നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെയും ബാലൻസിൽ ഈ ക്രിട്ടിക്കൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്രിട്ടിക്കൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വെരി സിമ്പിൾ ഫോർമുലയാണ് 1/2π into √g/r-r. ഇതില് NC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്പീഡാണ്, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് മില്ലാണ്. നമ്മൾ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മില്ലിന്റെ റേഡിയസ് ആണ്. സ്മോൾ r എന്ന് പറയുന്നത് ഈ ഗ്രൈൻഡിങ് മീഡിയയുടെ റേഡിയസ് ആണ്. ക്ലിയർ ആണോ ഈ ഫോർമുല? ക്ലിയർ ആണ് അല്ലെ? ഈ ക്യാപിറ്റൽ R എന്താണെന്ന് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാം. What is the critical rotational speed in revolutions per second for a ball mill of 1.2 meter diameter charged with 70 mm diameter balls? Question clear ആണോ? ഇതിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. For a ball mill of 1.2 meter ball millന്റെ ഡയാമീറ്റർ 1.2 മീറ്റർ. അപ്പൊ ബോൾ മില്ലിന്റെ റേഡിയസ് 0.6 മീറ്റർ. അതിൽ ചാർജ് ചെയ്ത ബോൾസിന്റെ ഡയ എന്താണ്? 70 mm ഡയാമീറ്റർ ബോൾസ് ആണ്. 35 mm ഡയാമീറ്റർ ബോൾസ് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.035 മീറ്റർ. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫോർമുല 0.6 minus 0.035, 0.66 revolutions per second. I hope ഇത് ക്ലിയർ ആണ് അല്ലേ? സിമ്പിൾ പ്രോബ്ലം ആണ്. സർ, നമ്മൾ ഈ ഒരു മാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും സർ? ഏത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പം ഇതിന് എത്ര ടൈം എടുക്കും? പ്രോബബ്ലി ഇത് നമുക്കൊരു 2 minutes ചെയ്യാം. എന്നുവെച്ചാൽ അണ്ടർ റൂട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പ്രശ്നം. പക്ഷെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാതൊന്നും അതർ ഓപ്ഷൻസ് വെച്ചിട്ടെ. ഓക്കെ സാർ. സാർ ഈ റെവല്യൂഷൻസ് ഒക്കെ നമ്മളൊരു 1-2 അങ്ങനെയല്ലേ എടുക്കത്തുള്ളൂ? ഇങ്ങനെ 0.66 എന്നൊക്കെ എടുക്കുമോ? ഫുൾ ആയിട്ട് എടുക്കാം. അപ്പോൾ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഓപ്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ്? 1 എടുക്കുമോ അതോ നമ്മൾ 0.66 എടുക്കും? 1 ഉണ്ടെങ്കിൽ 1, 0.6 ഉണ്ടെങ്കിൽ 0.6. ഓക്കെ. അപ്പൊ അടുത്ത ഐറ്റത്തിൽ പോകാം നമുക്ക്. അൾട്രാ ഫൈൻ ഗ്രൈൻഡേഴ്സ്.
the term ultrafine grinders. ഈ ultrafine grinding basically ഒരു 44 മൈക്രോമീറ്റർ വൈഡ് സ്ക്രീനിന്റെ ത്രൂ പാസ് ആവുന്ന പാർട്ടിക്കിളിനെയാണ് അൾട്രാഫൈൻ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അൾട്രാഫൈൻ സാർ ഗ്രൈൻഡർ. ഒരു ഡൗട്ട്. പറയൂ. മുന്നത്തെ സ്ലൈഡ് ഒന്ന് എടുക്കാവോ? ക്വസ്റ്റ്യൻ ആ. അതിൽ നമ്മൾ ക്രിട്ടിക്കൽ റെവല്യൂഷൻ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 0.66 മുകളിലുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ലല്ലോ. ലൈക്ക് 1 എടുത്തു കഴിഞ്ഞാലേ ഇപ്പം ക്രിട്ടിക്കൽ സ്പീഡിന് മുകളിലായി പോകില്ലേ? 1 എടുത്ത് അതെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പുള്ളി ചോദിച്ചത് ഓപ്ഷൻ. ഓക്കെ. ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഓപ്ഷന്റെ പ്രകാരം ചോദിച്ചത്. നമുക്ക് ക്രിട്ടിക്കൽ സ്പീഡ് 65 to 70% തന്നെ എടുക്കാവുള്ളൂ. ഓക്കെ. അപ്പോൾ അൾട്രാഫൈൻ ഗ്രൈൻഡിങ്ങിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഹൈ സ്പീഡ് ഹാമർ മിൽസ്, ഫ്ലൂയിഡ് എനർജി മിൽസ് ഓർ ജെറ്റ് മിൽസ്. അൾട്രാഫൈൻ വെറ്റ് ഗ്രൈൻഡിങ് ഇസ് ഡൺ ഇൻ അജിറ്റേറ്റഡ് മിൽസ്. ഇതില് നമ്മൾ നേരത്തെ കണ്ട ഹാമർ മിൽ തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ഔട്ട് വന്ന പ്രൊഡക്റ്റിനെ പിന്നെയും തിരിച്ച് ഗ്രൈൻഡറിലേക്ക് കൊണ്ടുപോകും. അതന്നെയാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ അടുത്ത ഇമ്പോർട്ടന്റ് അൾട്രാഫൈൻ ഗ്രൈൻഡിങ് ആണ് ഫ്ലൂയിഡ് എനർജി മിൽ. നമ്മൾ ഇതുവരെ കണ്ടതിനെക്കാട്ടിലും ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു മില്ലാണ്. ഇതിലൊരു മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു മെക്കാനിക്കൽ മൂവിങ് പാർട്ട് ഒന്നുമില്ല. ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു ഇത്. നമുക്ക് ആദ്യം കൺസ്ട്രക്ഷൻ നോക്കാം. ഇതൊരു ലൂപ്പാണ്, ഒരു പൈപ്പ്, ബേസിക്കലി ഒരു പൈപ്പാണ്. ഇത് സോളിഡ്സിന്റെ ഇൻലെറ്റ്. ഓക്കെ, ഇത് സോളിഡ്സിന്റെ ഔട്ട്ലെറ്റ് ടു ക്ലാസിഫയർ. ഓക്കെ, ഈ കൺസ്ട്രക്ഷൻ ക്ലിയർ ആണോ? ഇത് പൈപ്പ്, ഇത് ഇൻലെറ്റ്, ഇത് ക്ലാസിഫയറിന് പോണ ഔട്ട്ലെറ്റ്. ഈ പോർഷൻ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതില് അടുത്ത എലമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ ഈ അട്രിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ആണ്. ഇവിടെ ഹൈ പ്രഷർ എയർ എന്ന് നമുക്ക് കരുതാം. ആ ഹൈ പ്രഷർ എയറിന്റെ എൻട്രി ഇവിടെയാണ്. ഹൈ പ്രഷർ എയറിന്റെ എൻട്രി ഈ പോർഷനിലാണ്. ഹൈ പ്രഷർ എയറിന്റെ എൻട്രി ശരിക്ക് ഈ ഡയഗ്രാമിൽ ഇത് ക്ലിയർ അല്ല. ശരിക്ക് ഈ സോളിഡ്സ് ഇൻലെറ്റിന്റെ അവിടെയും ഒരു ഹൈ പ്രഷർ എയർ മൂവ്മെന്റ് ഉണ്ടാവും. ഒരു ഓക്കെ, അപ്പൊ ഇതിലത്തെ മെക്കാനിസം നമുക്കൊന്ന് കാണാം. സോളിഡ്സ് ഇതിലേക്ക് എൻ്റർ ആവും. ഇവിടെ ഹൈ പ്രഷർ എയർ ഹൈ പ്രഷർ എയറിൽ ഇവിടെ ഒരു സോൺ ഓഫ് ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു അട്രിഷൻ കൊണ്ട് പാർട്ടിക്കിൾസ് സൈസ് റിഡക്ഷൻ, പാർഷ്യലി സൈസ് റിഡക്ഷൻ നടക്കും. അപ്പോൾ ഈ ഹൈ ഫോഴ്സിൽ ഈ ഒരു ലൂപ്പിൽ ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹെവിയർ പാർട്ടിക്കിൾസ് ഒരു സൈസ് കൂടി പാർട്ടിക്കിൾ ഔട്ടർ സൈഡിലും പോവും, ലൈറ്റർ പാർട്ടിക്കിൾ ഇന്നർ സൈഡിലും വരും. അപ്പോൾ ഈ പോർഷനിൽ എത്തുമ്പോൾ ഈ ലൈറ്റർ പാർട്ടിക്കിൾസ് ക്ലാസിഫയറിലേക്കും ഈ ഹെവിയർ പാർട്ടിക്കിൾസ് താഴോട്ട് ലൂപ്പിലേക്കും പോകും. ഇതാണ് ഒരു ഫ്ലൂയിഡ് എനർജി മിൽ. ഇവിടെ ഒരു നമുക്ക് മൂവിങ് പാർട്സ് ഒന്നുമില്ല, എല്ലാം ത്രൂ എയർ സർക്കുലേഷൻ ആണ്. ക്ലിയർ ആണോ? ഇത് കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഫ്ലൂയിഡും എയറും കൂടിയാണോ ഇൻലെറ്റ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലൂയിഡ് എയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനി ഫ്ലൂയിഡ്, ഇപ്പൊ ചിലപ്പോൾ ചില പാർട്ടിക്കിൾസും ചിലപ്പോൾ നൈട്രജൻ വേണ്ടി വരും. അപ്പൊ നൈട്രോജൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡ്രൈവിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണത്. ഏകദേശം എത്ര പ്രഷർ വേണ്ടി വരും സർ? ഇതിപ്പോ എനിക്ക് തോന്നുന്ന ഈ ഡയ അനുസരിച്ചും ഈ ഹെഡ് അനുസരിച്ചായിരിക്കും. എനിക്ക് ഒരു കംപ്രസർ ഉണ്ടാവും ഈ പമ്പ് ചെയ്യാൻ. കംപ്രസർ ഉണ്ടാവും. ആ കംപ്രസറിന്റെ ഔട്ടാണ് ഇതിലേക്ക് കയറ്റുന്നത്. ഈ ഇൻലെറ്റ്സ് കണ്ടോ, നോസലിന്റെ കംപ്രസർ എന്നാണ്. ആ കംപ്രസറിന്റെ ഔട്ടാണ് ഇതിൽ കയറുന്നത്. അത് എയർ ആണെങ്കിൽ എയർ, നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ,
ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും ആ ഫ്ലൂയിഡ് വെച്ചാണ് നമ്മൾ ഈ ഓപ്പറേഷൻ നടക്കുന്നത്. പിന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് അജിറ്റേറ്റഡ് മിൽ. ഇത് കുറച്ചും കൂടി ഇത് മെക്കാനിക്കൽ കോമ്പോണൻസ് ഉള്ള ഒരു ഇതാണ്. ഈ എല്ലാരും ഈ പോർഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ വെസൽ ഇതാണ് അജിറ്റേറ്റഡ് മിൽ. ഈ പോർഷൻ ഇതില് സെൻട്രലി ഒരു ഇംപെല്ലർ ഷാഫ്റ്റ് ഉണ്ട്. ഈ സെൻട്രലി കാണുന്നതാണ് ഇംപെല്ലർ. പിന്നെ ഉള്ളിൽ ഇതില് ബീഡ്സ് ഉണ്ട്. ഇതൊരു ഗ്രൈൻഡിങ് മീഡിയ ആണ്. ഇതില് ബീഡ്സ്. അപ്പൊ ബേസിക്കലി നമ്മളുടെ ഫീഡ് പമ്പ് ചെയ്തിട്ട് നമ്മളുടെ പാർട്ടിക്കിൾസും ഫ്ലൂയിഡും കൂടിയിട്ട് പമ്പ് ചെയ്തിട്ട് ഈ വെസലിലേക്ക് അജിറ്റേറ്റഡ് മിൽ വെസലിലേക്ക് കയറ്റും. ഇതില് ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ബീഡ്സ് ആണ് ഇതിൽ ഗ്രൈൻഡിങ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. ബീഡ്സിന്റെ സൈസ് വലുതാവുമ്പോൾ പാർട്ടിക്കിളിന്റെ സൈസ് വലുതായിരിക്കും. ബീഡ്സിന്റെ സൈസ് കുറഞ്ഞു വരുമ്പോൾ പാർട്ടിക്കിൾസിന്റെ സൈസും കുറയും. ഇത് ബേസിക്കലി അജിറ്റേറ്റഡ് മില്ലാണ്. ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ these mills are vertical vessels filled with liquid in which the grinding medium is suspended and agitated with a multi-armed impeller. A concentrated feed slurry is admitted to the top and product is withdrawn through a screen or separator. Agitated mills are especially useful in producing particles 1 micrometer in size or finer. അടുത്തതായി കാണുന്നത് നമ്മൾ അടുത്ത മെക്കാനിസം റോട്ടറി നൈഫ് കട്ടർ. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗ്രാസ് കട്ടറിന്റെ സെയിം മെക്കാനിസം ആണ്. നമ്മളുടെ ഇതില് ബേസിക്കലി സ്റ്റേഷനറി നൈഫ്സ് ഉണ്ടാവും. പിന്നെ ഒരു മൂവിങ് റോട്ടറി ഡെസ്ക് വിത്ത് നൈഫ്സും ഉണ്ടാവും. അപ്പൊ ഇത് റൊട്ടേറ്റിംഗ് നൈഫ്സ്, ഇത് സ്റ്റേഷനറി നൈഫ്സ്. ബേസിക്കലി കട്ടിങ് ആക്ഷൻ തന്നെ നമ്മൾ ഫീഡ് ഇതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ കട്ടിങ് ആക്ഷനിൽ പ്രൊഡക്റ്റ് സൈസ് റിഡക്ഷൻ നടക്കും. ഇതാണ് ബേസിക്കലി റോട്ടറി നൈഫ് കട്ടർ. ഇതിൽ അജിറ്റേറ്റഡ് മില്ല് കഴിഞ്ഞിട്ട് ഒരു മില്ല് മിസ്സായിരുന്നു, ഒരു കൊളോയിഡൽ മില്ല്. ഇത് ജനറലി നമ്മുടെ ഒരു റെഗുലർ മില്ല് അല്ല, എന്നാലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഇതിൽ ബേസിക്കലി ഇത് ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പേഴ്സ് പാർട്ടിക്കിൾസ് ഓർ ഡ്രോപ്ലെറ്റ്സ് ടു ഫോം എ സ്റ്റേബിൾ സസ്പെൻഷൻ ഓർ എമൽഷൻ. ഇത് നമ്മളെ ഫ്ലൂയിഡും ബേസിക്കലി ഇപ്പൊ നമ്മളൊരു ജ്യൂസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജ്യൂസിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ജ്യൂസും പാർട്ടിക്കിൾസും കൂടി ഈ റോട്ടർ കൂടെ, ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് റോട്ടർ കൂടെ പോകുമ്പോൾ അതിലത്തെ പാർട്ടിക്കിൾസ് എല്ലാം ഫൈൻ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സസ്പെൻഷൻ, ഈ പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽ ആവാതെ ഇരിക്കും. നമ്മുടെ കൂടുതൽ ഷെൽഫ് ലൈഫും കിട്ടും. ബേസിക്കലി ഇത് ഉപയോഗിക്കുന്നത് സിറപ്സ്, മിൽക്ക്, പൂരീസ്, ഓയിന്റ്മെന്റ്സ്, പെയിന്റ്സ്, ഗ്രീസസ് ഇവിടെയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏകദേശം ക്ലിയർ ആണോ? എങ്ങനെയുണ്ട്? ഹലോ, മനസ്സിലാവുന്നു സാർ, പക്ഷേ എല്ലാം എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഈ നോട്ട്സ് ഷെയർ ചെയ്യും സാർ. ഈ PPT ഷെയർ ചെയ്യും. PPT ഷെയർ ചെയ്യുമല്ലോ ഷെയർ ചെയ്തരാം. സാർ. ഒരു ഡൗട്ട്, നേരത്തെ നമ്മുടെ ടർബുലൻസ് ഫ്ലോയുടെ ഇത് വെച്ചിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി ഡെസ്ക് നമ്മുടെ മനസ്സിലാവുന്നുണ്ട് സാർ, പക്ഷേ സെഷൻ ഇത് റെക്കോർഡഡ് ആണ്. അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ ആവർത്തിച്ച് കേൾക്കുകയും ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ ഈ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഡെസ്ക് കളക്ടർ ഒക്കെ ഈ ഒരു ഇതാണ് ചെയ്യുന്നത്. ഇത് ഡസ്റ്റ് കളക്ടർ അല്ല, ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡസ്റ്റ് കളക്ടർ വരിക. ഈ ക്ലാസിഫയർ ഉണ്ടല്ലോ, ക്ലാസിഫയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഡസ്റ്റ് കളക്ടറിലേക്ക് പോകുന്നത്.
അതിപ്പോ നമ്മുടെ ടോപ്പിക്കിൽ റെലവെന്റ് അല്ല, ഇപ്പോഴത്തെ ഒരു പോർഷനിൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അല്ല ഞാനത് ഓക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരു ഡൗട്ട് ചോദിച്ചതാണ്. അല്ല തീർച്ചയായും പറയൂ, നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം കേട്ടോ, തീർച്ചയായും. സിലിണ്ടറിക്കൽ ഇത് മാത്രമേ ഇതിന്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ? എനിക്കിതൊരു പല എന്ന് വെച്ചാൽ നമുക്കൊരു ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ഏതായാലും ഉപയോഗിക്കാം. അപ്പൊ ജനറലി നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ഇതില് റോക്ക് ഉണ്ട്, ഇതിന് സ്മോൾ ലംസ് ആക്കണം. അപ്പൊ ഏത് എക്യുപ്മെന്റാ ഉപയോഗിക്കാം? ജോ ക്രഷർ അല്ലേ? ജോ ക്രഷർ ഉപയോഗിക്കാം, നമുക്ക് ഗൈറേറ്ററി ക്രഷർ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ഈ ജിഞ്ചർ ടു ജിഞ്ചർ പീസസ് ഓഫ് ഡിസൈർഡ് ലെങ്ത് ഏത് എക്യുപ്മെന്റ് ഉപയോഗിക്കാം? നമ്മള് ഇഞ്ചി നമ്മൾ കംപ്രസ് ചെയ്താൽ നമുക്ക് അത് വെള്ളമല്ല. കട്ടർ, എക്സാക്ട്ലി കട്ടർ, റോട്ടറി നൈഫ് കട്ടർ. ഓക്കെ, ഇത് ചിലപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മള് ഇതിൽ ബേസിക്കലി എന്താ വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ്. ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ചോക്ലേറ്റിന്റെ പീസസ് താഴെ സെറ്റിൽ ആവും. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മില്ലാണ് ഉപയോഗിക്കുക? കൊളോയിഡൽ മിൽ. ഇതില് നമ്മളുടെ ഇതും അതെ, ഇത് മാഗ്നറ്റിക് സ്ട്രിപ്പ് ആണ്. മാഗ്നറ്റിക് സ്ട്രിപ്പ് കാണാമല്ലോ നമ്മളെ കാർഡില്. ഇതില് ബേസിക്കലി ഈ മാഗ്നറ്റിക് സ്ട്രിപ്പിൽ ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ് ഓർ ബേരിയം ഫെറൈറ്റ് പൗഡർ ആണ്. അത് അറൌണ്ട് 50 നാനോമീറ്റർ ആണ് വേണ്ടത്. അപ്പൊ ഈ പൗഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏതൊക്കെ മില്ല് ഉപയോഗിക്കാം നമുക്ക്? അജിറ്റേറ്റഡ് മില്ല് ഉപയോഗിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മള് വൈറ്റമിൻസും ആന്റിബയോട്ടിക്സും ആരും ഒരാൾ പറഞ്ഞിരുന്നു നേരത്തെ. അത് ഏത് എക്യുപ്മെന്റ് ഉപയോഗിക്കാം നമുക്ക്? ഇത് ബേസിക്കലി എന്താ, ഹൈ പ്യൂരിറ്റി വേണം. ഇതൊരു മെഡിക്കൽ നമുക്ക് ഡ്രഗ്സ് ആണല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞതല്ലേ സാർ, മെക്കാനിക്കൽ കോമ്പോണൻസ് ഒന്നും ഇല്ലാത്തതായിരിക്കും നമുക്ക് ബെറ്റർ. കണ്ടാമിനേഷൻ ഒഴിവാക്കാം. ഏതായിരിക്കും അപ്പൊ? ഫ്ലൂയിഡ് എനർജി മെക്കാനിക്കൽ കോമ്പോണൻസ് ഒന്നും ഇല്ല. അൾട്രാ ഫൈൻ ഗ്രൈൻഡിങ് ഫ്ലൂയിഡ് എനർജി. അതെ അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു. റെക്കോർഡ് ഇപ്പോ ഷെയർ ചെയ്യില്ലേ? ഓക്കെ, റെക്കോർഡ് ഷെയർ ചെയ്യാം. താങ്ക് യു സാർ. അടുത്ത സെഷന്റെ വിവരവും നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നേരത്തെ തന്നെ ഒരു 15 മിനിറ്റ് നേരത്തെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത സെഷൻ അടുത്ത ഞായറാഴ്ചയാണ് അടുത്ത സെഷൻ. ആദ്യത്തെ സെഷനിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് സെഷൻസ് ഉണ്ടാവും. താങ്ക് യു സാർ.